പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാം തിരുവചനം. നിങ്ങൾ എൻ്റെ പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവം താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ലോകത്തിൻ്റെ തിന്മകൾ നിറഞ്ഞ മനുഷ്യർ പൗരോഹിത്യത്തെ അവഹേളിക്കുവാനും നിന്ദിക്കുവാനും ആ പൗരോഹിത്യത്തെ ശുശ്രൂഷയെ തന്നെ തടസ്സപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാം, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ സഹോദരനായ ലോത്തിനെ രക്ഷിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അത്യുന്നതൻ്റെ പുരോഹിതനായ മെൽക്കീസദേക്ക് അബ്രഹാത്തിന് അപ്പവും വീഞ്ഞും നൽകിക്കൊണ്ട് സ്വീകരിക്കുന്നത്. ആദ്യമായിട്ട് പുരോഹിതൻ്റെ വാക്ക് അവിടെ ഉപയോഗിക്കുകയാണ്. മെൽക്കീസദേക്ക് അത്യുന്നതൻ്റെ പുരോഹിതൻ എന്ന് പറയുകയാണ്. പഴയ നിയമത്തിലുടനീളം പൗരോഹിത്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ദർശനങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സ് ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. പലതരത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുരോഹിതരുടെ ഇടപെടലുകൾ ദൈവം ഇസ്രായേൽ ജനത്തിലൂടെ പ്രവർത്തിക്കുന്നത്. ഒനിയിലെ പുരോഹിതനായ പൊത്തീഫറ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവാഹിതനായ മനുഷ്യനാണ്, പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ നിലപാടുകൾ, ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഒനിയിലെ പുരോഹിതനായ പൊത്തീഫറെ. വീണ്ടും നമ്മൾ മോശയുടെ അമ്മായിയപ്പൻ ജത്രോ, അദ്ദേഹം മിദിയാനിലെ പുരോഹിതനായിരുന്നു. അത് അഹറോനെ ദൈവം പ്രത്യേകമായിട്ട് മോശ വഴി അഹറോനെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, വേർതിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1-ലും 30-ാം അധ്യായം 30-ാം വാക്യത്തിലുമൊക്കെ ഈ അഹ്റോൻ്റെ മക്കളെ പ്രത്യേകമായിട്ട് പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലൊക്കെ പുരോഹിതർക്കുള്ള പ്രത്യേക വസ്ത്രത്തെക്കുറിച്ച് ദൈവം മോശയോട് പറയുന്നുണ്ട്. അവരുടെ ജീവിത ശൈലി, അവരുടെ വസ്ത്രധാരണ, അവരുടെ ശുശ്രൂഷകളെയൊക്കെ കുറിച്ച് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിലുടനീളം കാണുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിലുടനീളം. പ്രിയമുള്ളവരെ, പൗരോഹിത്യം, പുരോഹിത ശുശ്രൂഷ എന്നുള്ളത് അത് ദൈവത്തിൻ്റെ മനസ്സിലൂടെ രൂപപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടുള്ള മനുഷ്യന്, ലോകത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന് അതിൻ്റെ മഹത്വവും അതിൻ്റെ ശക്തിയും അത് ദൈവിക സംവിധാനമാണെന്നുള്ള തിരിച്ചറിവും നഷ്ടപ്പെട്ട നിലപാടുകൾ എടുക്കുവാനായിട്ട് കാരണമാകും. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്ലീഹയുടെ ലേഖനത്തിലും 2-ാം അധ്യായം 5-ൽ പറയുക, നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിയാണ് പൗരോഹിത്യമെന്ന് തിരിച്ചറിയണം. ലേവ്യരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 15-ൽ പറയുന്ന, പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം. വ്രണം കാണപ്പെടുന്നുണ്ടെങ്കിൽ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. പഴുത്തുപൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന് തെളിവാണ്, അവൻ അശുദ്ധൻ തന്നെ. കാരണം ഇസ്രായേൽ സമൂഹത്തിലെ രോഗബാധിതരായിട്ടുള്ളവരെ വിശുദ്ധീകരിക്കുവാനായിട്ട്, കാരണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും പുരോഹിതനാണ്. ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം പിടിപെട്ടാൽ അത് സൗഖ്യമായി കഴിഞ്ഞാൽ അവനെ ആ കൂട്ടായ്മയിൽ ചേർക്കുന്നത് പുരോഹിതൻ്റെ ആ സർട്ടിഫിക്കറ്റോടുകൂടിയാണ്. നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 4-ലും ഒരു കുഷ്ഠരോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തിയിട്ട് ഈശോ അവനോട് പറയുന്നത് എന്താണ്? നീ ചെന്ന് നിന്നെ സാക്ഷ്യപ്പെടുത്തുക, നീ ചെന്ന് പുരോഹിതൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം 2-ൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെക്കുറിച്ചും അതിൻ്റെ പരിശോധനയെക്കുറിച്ചുമൊക്കെ വളരെ എഴുതി വച്ചിട്ടുണ്ട്. അതോടൊപ്പം വീണ്ടും ജോഷയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ജോഷയുടെ പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ വാഗ്ദാന പേടകം വഹിക്കുവാനായിട്ട് ദൈവം പ്രത്യേകം പുരോഹിതന്മാർക്ക് ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദാന പേടകത്തെ വഹിക്കുവാനായിട്ട് പുരോഹിതന്മാരെയാണ് ദൈവം നിയോഗിക്കുന്നത്. കാരണം അവരാണ് ജനങ്ങൾക്ക് മുമ്പേ നടക്കുന്നത്. പുരോഹിതൻ ജനങ്ങൾക്ക് മുമ്പേ നടക്കുന്നതാണ്.
വിശ്വാസികളുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുവാനായി ദൈവം നിയോഗിച്ചിരിക്കുന്ന ശുശ്രൂഷകരാണ് ഓരോ പുരോഹിതനുമെന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കുവാനായിട്ട് എനിക്കൊരു പ്രചോദനം വന്നത്, കാരണം സെപ്റ്റംബർ മാസത്തെ 2018 സെപ്റ്റംബർ മാസത്തിലെ ഷാലോം ടൈംസിൽ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പുരോഹിതൻ, അല്ലെങ്കിൽ കൊച്ചുത്രേസ്യയുടെ ഒരു പുരോഹിതർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഒന്ന് വായിക്കാനായിട്ട് ഇടയായി. വിശുദ്ധ കൊച്ചുത്രേസ്യ പൗരോഹിത്യത്തെ എത്രമാത്രം വില കൽപ്പിക്കുന്നുവെന്നും പുരോഹിതർക്ക് വേണ്ടി കൊച്ചുത്രേസ്യ ഓരോ ദിവസവും എപ്രകാരം പ്രാർത്ഥിച്ചിരുന്നുവെന്നും ഈ ഷാലോം ടൈംസിലെ സെപ്റ്റംബർ മാസത്തെ ലക്കത്തിൽ വളരെ മനോഹരമായിട്ട് ഒരു കുറിപ്പ് അവിടെ കാണാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത വിശ്വാസികൾ തിരിച്ചറിയണം. ആ പൗരോഹിത്യ ശ്രേഷ്ഠതയിലേക്ക് വിളിക്കപ്പെട്ട ഓരോ പുരോഹിതനും തിരിച്ചറിയണം, അത് ദൈവത്തിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ ഹൃദയമാണ് ഓരോ പുരോഹിതനും. കാരണം വിശുദ്ധരൊക്കെ പുരോഹിതരെ കാണുമ്പോൾ ക്രിസ്തുവിനെ കണ്ടിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെയാണ് അവർ കണ്ടത്. പ്രിയമുള്ളവരെ, ജനത്തിനു മുമ്പേ നടന്ന് ദൈവത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന, ദൈവം ദൗത്യം നൽകി ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്ന ഓരോ പുരോഹിതനും, പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ സ്നേഹിക്കുവാൻ വിശ്വാസികൾക്ക് കഴിയണം. ലോകമെന്ന് പുരോഹിതർക്കെതിരെ ചെളിവാരി എറിയുമ്പോൾ, ലോകമെന്ന് പുരോഹിതർക്കെതിരെ ചെറിയ കുറവുകൾ, കുറ്റങ്ങൾ ഉയർത്തിക്കാട്ടി ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് വിശ്വാസികളെ അടർത്തി മാറ്റാനായിട്ട് തിന്മയുടെ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിന് വേണ്ടിയും ആ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് വേണ്ടിയും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്നത്തെ ഈ തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ജോഷയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 4-ാം അധ്യായം 11 ജനം അതിവേഗം മറുകര കടന്നു. ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുൻപേ പോയി. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പൗരോഹിത്യത്തിലൂടെ ദൈവം ജനത്തെ വിശുദ്ധീകരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിലുടനീളം കാണാനായിട്ട് സാധിക്കും. ആ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത പിന്നെ കർത്താവായ യേശുക്രിസ്തുവിലാണ് എത്തിച്ചേരുന്നത്. യേശു നിത്യ പുരോഹിതനായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 14 ശ്രേഷ്ഠ പുരോഹിതനായ യേശു മെൽക്കീസദേക്ക് ക്രമപ്രകാരം നീ എന്നും നിത്യം പുരോഹിതനാണ്. കാരണം യേശുക്രിസ്തുവിലൂടെ പുതിയൊരു പൗരോഹിത്യത്തിന് ദൈവം ഈ ഭൂമിയിൽ അത് നിലനിർത്താനായിട്ട് അത് രൂപപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 14 5-ാം അധ്യായം 6 യേശുക്രിസ്തുവിലൂടെയാണ് പുതിയൊരു പൗരോഹിത്യത്തിലേക്ക് ദൈവം ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. തൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധീകരിക്കുവാനും രക്ഷിക്കുവാനും നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കുവാനുമായി ദൈവം യേശുക്രിസ്തുവിലൂടെ ഇടപെട്ട രക്ഷാകര രഹസ്യങ്ങൾ അത് യുഗാന്ത്യം വരെ ഈ ഭൂമിയിൽ തുടർന്നു കൊണ്ടുപോകുവാൻ, ആ ശുശ്രൂഷ പരികർമ്മം ചെയ്യുവാൻ, യേശു ചെയ്ത ശുശ്രൂഷകൾ യുഗാന്ത്യം വരെ നിലനിർത്തുവാനായിട്ട് ദൈവം പൗരോഹിത്യത്തെ അനാദിയിലെ കണ്ടിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈശോയുടെ പൗരോഹിത്യം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയാനും വൈദികരെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം രാജകീയ പൗരോഹിത്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പൊതുവായ ഒരു രാജകീയ പൗരോഹിത്യമുണ്ട്. നമ്മൾ രാജകീയ പൗരോഹിത്യത്തിലെ അംഗമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തുടർന്നു കൊണ്ടുപോകുവാൻ ദൈവം ചിലർക്ക് ശുശ്രൂഷ പൗരോഹിത്യം നൽകുന്നുണ്ട്. അതാണ് നമ്മുടെ സ്നേഹമുള്ള പുരോഹിതർ. പ്രിയമുള്ളവരെ, ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഖങ്ങളും ഇഷ്ടപ്പെട്ട സാധ്യതകളുമൊക്കെ ഉയർന്നു പോകാനായിട്ട് ഒത്തിരിയേറെ സാധ്യതകളുണ്ടായിട്ടും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവജനത്തോടുള്ള സ്നേഹത്തെ പ്രതി അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന അനേകം പുരോഹിതന്മാരുണ്ട്. അവരുടെ ത്യാഗം നമ്മൾ തിരിച്ചറിയണം. പൗരോഹിത്യത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ശക്തിയും അതിൻ്റെ മഹത്വവും ക്രിസ്തുവാണ്. ഓരോ പുരോഹിതനിലും ക്രിസ്തു അവരുടെ ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യത്തിൻ്റെ മഹത്വം. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജോൺ മേരി വിയാനി, പുരോഹിതരുടെ മധ്യസ്ഥനായ ജോൺ മേരി വിയാനി പറയുന്നത് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. നമുക്കറിയാം അസീസിയിലെ ഫ്രാൻസിസ്
ഫ്രാൻസിസ് പൗരോഹിത്യത്തെ അധികം സ്നേഹിച്ചിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ശ്രേഷ്ഠത അത് വളരെ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ താൻ യോഗ്യനല്ല എന്ന് ഫ്രാൻസിസ് അസീസി തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഡീക്കൺ പദവി വരെ മാത്രമേ എടുത്തുള്ളൂ. കാരണം ഡീക്കൺ കഴിഞ്ഞിട്ട് പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഫ്രാൻസിസ് അസീസി തയ്യാറായില്ല. കാരണം ആ ഡീക്കൺ പദവിയിൽ തന്നെ നിൽക്കുവാനായിട്ട് ഫ്രാൻസിസ് അസീസി തയ്യാറായി. ഒരു ക്രിസ്മസ് രാത്രിയിൽ കർത്താവായ യേശുവിന് ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കി യേശുവിൻ്റെ ജനനത്തെ അവതരിപ്പിക്കുമ്പോഴും ഫ്രാൻസിസ് ഡീക്കൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. വചന ശുശ്രൂഷ, ഡീക്കൻ ചെയ്യേണ്ട വചന ശുശ്രൂഷ ആ ദിനത്തിൽ ഗ്രേച്ചിയോയിൽ വെച്ച് ഫ്രാൻസിസ് അസീസി ചെയ്തു. ഒരു പുരോഹിതനാകാനായിട്ട് എല്ലാ യോഗ്യതകളുണ്ടായിട്ടും ലോകം വിശുദ്ധനെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് അസീസി പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം അതിന് താൻ യോഗ്യനല്ല എന്ന് സ്വയം എളിമപ്പെട്ടുകൊണ്ട് ഡീക്കൺ പദവിയിൽ തന്നെ നിലനിന്നു. ഈ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പറയുമായിരുന്നു: ഞാൻ എൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു മാലാഖയെയും ഒരു പുരോഹിതനെയും ഒരുമിച്ച് കണ്ടാൽ ഞാൻ ആദ്യം പുരോഹിതൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആ കരങ്ങൾ ചുംബിക്കും. കാരണം ആ കരങ്ങളിലൂടെയാണ് ദൈവം ഈ ഭൂമിയെ സ്പർശിക്കുന്നത്. ആ കരങ്ങളിലൂടെയാണ് ദൈവം തൻ്റെ തിരുശരീര രക്തങ്ങൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പകുത്തു നൽകുന്നത്. അതേ പുരോഹിതൻ്റെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയണം. ഒരു ചെറു കാറ്റിൽ പറന്നു പോകാൻ കഴിയത്തക്ക വിധം അവൻ ശൂന്യനായി മാറി ഒരു ചെറിയ വെള്ള അപ്പത്തിൽ ഒതുങ്ങിക്കൂടിയത് പ്രിയമുള്ളവരെ ഈ ലോകത്തെ വിശുദ്ധീകരിക്കാനും സ്നേഹിക്കുവാനുമാണ്. അത് പരികർമ്മം ചെയ്യുവാൻ പുരോഹിതൻ്റെ കരങ്ങളിൽ അവൻ എല്ലാം സർവശക്തനായിരുന്നിട്ടും ആ പുരോഹിതൻ്റെ കരങ്ങളിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് നമ്മളോടുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിയണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പൗരോഹിത്യത്തെ വിലകൽപ്പിച്ച ഒരു വിശുദ്ധയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധയാകാനായിട്ട് പ്രചോദനം നൽകിയതും ഒരു പുരോഹിതൻ്റെ പ്രസംഗം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ അമ്മ ത്രേസ്യയെക്കുറിച്ചുള്ള ആ ദിനത്തിൽ, അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിനത്തിൽ ഒക്ടോബർ 15 അമ്മ ത്രേസ്യയെക്കുറിച്ച് ഒരു പുരോഹിതൻ ദേവാലയത്തിൽ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാർട്ടിൻ, കൊച്ചുത്രേസ്യയുടെ അപ്പൻ മാർട്ടിൻ കൊച്ചുത്രേസ്യയോട് പറഞ്ഞു: നിൻ്റെ പേരിന് കാരണക്കാരിയായ ഒരു വലിയ വിശുദ്ധയെക്കുറിച്ചാണ് വൈദികൻ പ്രസംഗിക്കുന്നത്, നീ അത് ശ്രദ്ധിച്ചു കേൾക്കുക. വൈദികൻ്റെ ആ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന കൊച്ചുത്രേസ്യയുടെ ഉള്ളിൽ വിശുദ്ധിയിൽ വളരണമെന്നും ഒരു വിശുദ്ധയാകണമെന്നും ഒരു വലിയ അമ്മ ത്രേസ്യയെ പോലെയുള്ള വിശുദ്ധ ആകാൻ പറ്റിയില്ലെങ്കിലും ഒരു കൊച്ചു വിശുദ്ധയായി, കൊച്ചു ത്രേസ്യയായി, വിശുദ്ധയായ കൊച്ചു ത്രേസ്യയായി ലോകത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നും ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചത് ഒരു വൈദികൻ്റെ പ്രസംഗത്തിലൂടെയാണ്. അതുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് വൈദികരോട് ഒത്തിരി സ്നേഹമാണ്. അവൾ എല്ലാ ദിവസവും വൈദികർക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഒരു നല്ല ചിന്തയാണ്, ആ പ്രാർത്ഥനയുടെ ആ ഒരു ചൈതന്യം ഈ പ്രാവശ്യത്തെ ഷാലോം ടൈംസിലെ ആ പ്രാർത്ഥനയിൽ നമ്മൾ ധ്യാനിച്ച് വായിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. മദർ തെരേസ പോലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയെന്ന് എല്ലാവരും കരുതി. കാരുണ്യത്തിൻ്റെ മാലാഖയായ മദർ തെരേസ വിശുദ്ധ ബലി അർപ്പിച്ചു കഴിഞ്ഞിട്ട് ആ വരുന്ന പുരോഹിതൻ്റെ മുമ്പിൽ മദർ തെരേസ മുട്ടുകുത്തി കരങ്ങൾ ചുംബിക്കുമായിരുന്നു. മദർ തെരേസയുടെ ഒരു ശീലമാണ്. കാരണം വിശുദ്ധ ബലി അന്ന് കോൺവെൻറ്റിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ വരുന്ന ഓരോ വൈദികരുടെ മുമ്പിലും മദർ തെരേസ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന ഒരു മദർ തെരേസയുടെ ഒരു പ്രവൃത്തിയാണ്. വിശുദ്ധ ബലി കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് പുരോഹിതൻ പുറത്തേക്ക് വരുമ്പോൾ ഈ മദർ തെരേസ ആ പുരോഹിതൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുന്ന ഒരു പതിവ്. പ്രിയമുള്ളവരെ, പൗരോഹിത്യത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. മൺകുടങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വലിയൊരു നിധിയുണ്ട്. ക്രിസ്തുവെന്ന ആ ഒരു നിധിയെ ഉൾക്കൊള്ളുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ ഹൃദയമാകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് മൺകുടം പോലുള്ള പുരോഹിതരെയാണ്. അവർക്ക് മാനുഷികമായ കുറവുകളുണ്ടാകും, ബലഹീനതകളുണ്ടാകും. ദൈവത്തിന് വേണമെങ്കിൽ മാലാഖമാരെ സൃഷ്ടിച്ച് തൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ട രക്ഷാകര രഹസ്യങ്ങളെ ഈ ഭൂമിയിൽ പരികർമ്മം ചെയ്യുവാനായിട്ട് ദൈവത്തിന് നിയോഗിക്കാമായിരുന്നു. എന്നാൽ കാരുണ്യമുള്ള, സ്നേഹമുള്ള, കരുതലുള്ള ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുവാനായി ബലഹീനരായ മനുഷ്യരെ തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ പുരോഹിതരോട് എപ്രകാരമാണ് നിലപാടുകൾ എടുക്കുന്നത്? ചിലർ പറയാറുണ്ട്, എനിക്ക് വറുത്ത മീൻ നല്ല ഇഷ്ടമാണ്,
വറുത്ത മീൻ എൻ്റെ മേശപ്പുറത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാനത് കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ വറുത്ത മീൻ അതാകുന്നതിന് മുമ്പ് അതിനൊരു സ്റ്റേജുണ്ട്, അത് പച്ചയായിരിക്കുന്ന അവസ്ഥയുണ്ട്, കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ മീനിൻ്റെ മണം എനിക്കിഷ്ടമില്ല, എനിക്ക് മീനിൻ്റെ മണം ഇഷ്ടമില്ല, പക്ഷേ വറുത്ത മീൻ ഇഷ്ടമാണ്. ചില മനുഷ്യരൊക്കെ ഇതുപോലുള്ള മനോഭാവമാണ്. എനിക്ക് ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്, ഈശോയെ എനിക്ക് സ്നേഹമാണ്. എന്നാൽ ആ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായി ദൈവം നിയോഗിച്ചിരിക്കുന്ന പുരോഹിതരെ നമുക്കിഷ്ടമില്ല. പുരോഹിതരുടെ കുറവുകൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിമർശിക്കുന്നുണ്ടോ? അവരുടെ കുറവുകൾ കണ്ടിട്ട് കുർബാനയിൽ നിന്ന്, കൂദാശയിൽ നിന്ന്, അവർ പരികർമ്മം ചെയ്യുന്ന കൂദാശകളിൽ നിന്ന് മാറി നടക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ഹൃദയമായ പുരോഹിതരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, നല്ല ചുറുചുറുക്കുള്ള കാലഘട്ടങ്ങളിൽ, ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിലൊക്കെ പുരോഹിതരെ സ്നേഹിക്കുവാനും അവരുടെ കൂടെ നടക്കുവാനും അവരുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുവാനും ഒക്കെ ജനം ഇങ്ങനെ കൂടെ കാണും. എന്നാൽ ഒരു വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടമാകുമ്പോൾ ഈ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ വർഷിച്ച ഈ പുരോഹിതരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രീസ്റ്റ് ഹോമുകളിൽ പൗരോഹിത്യത്തിൻ്റെ നല്ല നാളുകളിലൂടെ ശുശ്രൂഷ ചെയ്ത് സേവനം ചെയ്ത് അവസാനം വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രീസ്റ്റ് ഹോമുകളിലായിരിക്കുന്ന വൈദികരെ ചെന്ന് കാണാനും ഒന്ന് സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ആശീർവാദം സ്വീകരിക്കുവാനും ഒക്കെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ ദിനത്തിലൊന്ന് ധ്യാനിക്കണം. പൗരോഹിത്യത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പുരോഹിതരിലൂടെ ദൈവം ഈ ലോകത്തെ വിശുദ്ധീകരിക്കുന്നു, രക്ഷിക്കുന്നു, നിത്യതയിലേക്ക് നയിക്കുകയാണെന്ന് തിരിച്ചറിയണം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിനും വിശുദ്ധമായ ഒരു പുരോഹിത ജനവുമാകട്ടെ. കാരണം ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. പ്രിയമുള്ളവരെ, പൗരോഹിത്യം പിശാചിനറിയാം ഇതിൻ്റെ ശക്തി. അതുകൊണ്ടാണ് പുരോഹിതൻ ഇല്ലാതായാൽ കർത്താവിൻ്റെ ശുശ്രൂഷകളെ തകർക്കാനായിട്ട് സാധിക്കുമെന്ന് പിശാചിനറിയാം. അവൻ ആദ്യം കടന്നാക്രമിക്കുന്നത് ദൈവത്തോടുള്ള വെറുപ്പ്, ദൈവിക സംവിധാനങ്ങളോടുള്ള വെറുപ്പ്. അവൻ ആദ്യം പ്രവർത്തിക്കുന്നത് അത് പരികർമ്മം ചെയ്യുന്ന പുരോഹിതരെയാണ്. പുരോഹിതരെ തകർക്കുക എന്നുള്ളത് പിശാചിൻ്റെ ഹിഡൻ അജണ്ടയാണ്. വിശ്വാസത്തെ തകർക്കുവാൻ പുരോഹിതരെ തകർത്താൽ മതിയെന്ന് പിശാചിനറിയാം. ഇന്ന് പുരോഹിതരിലൂടെ, പ്രിയമുള്ളവരെ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരിലൂടെ എത്രമാത്രം ആത്മീയമായ അനുഭവങ്ങൾ, ആത്മീയ സൗഖ്യങ്ങൾ, വിശുദ്ധിയിൽ വളരാനായിട്ട് അനേകരുടെ ജീവിതങ്ങളിൽ ഈ പുരോഹിതരുടെ ശുശ്രൂഷയിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് പിശാചിന് കാരണം ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ ലോകം മുഴുവനും ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പിശാച് തന്ത്രപൂർവം, കൗശലപൂർവം ഇതിൻ്റെ ഈ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ, പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ പിശാച് ഇന്ന് പ്രവർത്തിക്കുന്നതാണ് പുരോഹിതർക്കെതിരെയുള്ള ഓരോ പ്രശ്നങ്ങളുമെന്ന് തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളാണ് പുരോഹിതരുടെ ജീവിതത്തിൽ തകർച്ചകൾക്ക് കാരണമാകുന്നതെന്ന് കൂടി തിരിച്ചറിയണം. നമ്മൾ എത്രമാത്രം ശുശ്രൂഷകളാണ് അവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത്? എത്രമാത്രം ശുശ്രൂഷകളാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, ജ്ഞാനസ്നാനം എന്ന കൂദാശ പരികർമ്മം ചെയ്യുവാൻ നമ്മൾ വൈദികൻ്റെ മുമ്പിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോകും. വൈദികൻ്റെ പ്രാർത്ഥനയിലൂടെയും സഭയുടെ അധികാര ശുശ്രൂഷകളിലൂടെയും ആ കുഞ്ഞ് ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് സഭയുടെ ആ കൂട്ടായ്മയിൽ പങ്കാളിയാകുമ്പോൾ അത് പ്രവർത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ച പുരോഹിതനെ നമ്മൾ ഗൗരവമായി എടുക്കാറുണ്ടോ? ആ പുരോഹിതന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആദ്യമായിട്ട് ഈശോയെ നമ്മുടെ നാവിലേക്ക് തരുവാനായിട്ട് ദൈവം ഉപയോഗിച്ച പുരോഹിതൻ, ആ പുരോഹിതനെ സ്നേഹിക്കുവാനും ആ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ വിവാഹം കർത്താവിൻ്റെ സാന്നിധ്യമായിട്ട് അനുഗ്രഹമായി മാറുവാൻ ആ വിവാഹം ആശീർവദിച്ച പുരോഹിതനെയും ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പുരോഹിതരെയും ഒക്കെ ഓർക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഓരോ ദിവസവും കഴിയാറുണ്ടോ? എന്തിനേറെ നമ്മുടെ കുടുംബങ്ങളിൽ വാർദ്ധക്യത്തിൻ്റെ വേദനകളും അസ്വസ്ഥതകളുമായി കഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുവാൻ, ഈശോയെ നൽകുവാൻ
രോഗീലേപനത്തിലൂടെ അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകുവാൻ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കടന്നു വരുന്ന പുരോഹിതരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നന്നായിരിക്കും. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 6-ലെ വചനം ഇപ്രകാരമാണ്: നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പൗരോഹിത്യം ദൈവിക സംവിധാനമാണ്. അത് യുഗാന്ത്യം വരെ നിലനിൽക്കണം. കാരണം കർത്താവിൻ്റെ ആ കൂദാശ, അവൻ്റെ പീഡാസഹന മരണ ഉയർപ്പിൻ്റെ ആ മഹത്വം അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാൻ യുഗാന്ത്യം വരെ, അവൻ്റെ 2-ാം വരവ് വരെ ദൈവം നിലനിർത്തിയിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വവും ശുശ്രൂഷയുമാണ് പുരോഹിതൻ ചെയ്യുന്നത്. ആ പുരോഹിതനെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പ്രിയ വൈദികർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത്. ആ പ്രാർത്ഥന ഒന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഈശോയെ, വിശ്വസ്തരും തീഷ്ണതയുള്ളവരുമായ അങ്ങേ വൈദികർക്കായും അവിശ്വസ്തരും മന്ദോഷ്ണരുമായ അങ്ങേ വൈദികർക്കും സ്വദേശത്തും വിദേശത്തുമായി മിഷൻ മേഖലകളിൽ സേവനം ചെയ്യുന്ന അങ്ങേ വൈദികർക്കായും പ്രലോഭനങ്ങൾ നേരിടുന്ന അങ്ങേ വൈദികർക്കായും ഏകാന്തതയും ശൂന്യതയും അനുഭവിക്കുന്നവരായ അങ്ങേ വൈദികർക്കായും അങ്ങേ യുവ വൈദികർക്കായും മരണാസന്നരായ അങ്ങേ വൈദികർക്കായും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന അങ്ങേ വൈദികർക്കായും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈദികർക്കായി, എനിക്ക് മാമോദീസ നൽകിയ വൈദികർ, എനിക്ക് പാപമോചനം നൽകിയ വൈദികർ, ഞാൻ പങ്കാളിയായ ദിവ്യബലികൾ അർപ്പിച്ചവരും എനിക്ക് അങ്ങേ തിരുശരീരവും തിരുരക്തവും നൽകിയ വൈദികർ, എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത വൈദികർ, മറ്റേതെങ്കിലും രീതിയിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന വൈദികർ എന്നിവർക്കായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, അവരെയെല്ലാം അങ്ങേ ദിവ്യ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ഇപ്പോഴും നിത്യതയിലും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വളരെ മനോഹരമായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ കഴിയുമ്പോൾ വൈദികർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ആ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട മനോഹരമായൊരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഈ വിശുദ്ധ കൊച്ചുത്രേസ്യ ഓരോ ദിവസവും പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന. അതിലെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. സമസ്ത മേഖലകളിലും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത അനേകരുടെ ജീവിതങ്ങളെ ഈ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്: ഓ എൻ്റെ ഈശോയെ, അവരെയെല്ലാം അങ്ങേ ദിവ്യഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ഇപ്പോഴും നിത്യതയിലും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ കുറവുകളാണ് പൗരോഹിത്യത്തിൽ പുഴുക്കുത്തുകളേൽക്കുന്നത്. വിശ്വാസികളുടെ പ്രാർത്ഥനകളുടെ കുറവുകളാണ് ഇന്ന് പൗരോഹിത്യത്തെ ലോകം കടന്നാക്രമിക്കാൻ ഇടയാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുന്നവരാകാം, വൈദികർക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരാകാം. കാരണം അവരിലൂടെയാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം ഈ ലോകം അനുഭവിക്കുന്നത്. പുരോഹിതനിലൂടെയാണ് ക്രിസ്തുവിൻ്റെ കരുണയും കരുതലും സ്നേഹവും സൗഖ്യവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ പൗരോഹിത്യത്തെ വളരെ സ്നേഹത്തോടെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കഴിയണം. ഒരു പുരോഹിതനെ കാണുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ കരുതലിനെക്കുറിച്ച്, അവൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച്, അവൻ്റെ പാപമോചനത്തെക്കുറിച്ച്, അവൻ്റെ രക്ഷയെക്കുറിച്ച് ഒരു പുരോഹിതനെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കാനും ആ പുരോഹിതനെ സ്നേഹിക്കുവാനും സാധിക്കും. നമ്മുടെ ചിന്തകളിൽ വിശുദ്ധമായ ചിന്തകൾ നിലനിൽക്കും. നമുക്ക് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം, പിശാച് പൗരോഹിത്യത്തെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ പിശാചിൻ്റെ അന്ധകാര ശക്തികളെ നമുക്ക് തകർത്തെറിയുവാനായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. മോശയെപ്പോലെ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം പുരോഹിതരിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഈ ലോകത്തിലേക്ക് ദൈവം ഒഴുക്കി ഇറക്കുന്നത്.
ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സൗഖ്യം ഒക്കെ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെ ദൈവം നമ്മുടെ മേൽ വർഷിക്കുമ്പോൾ ആ ശുശ്രൂഷയെ നമുക്ക് സ്നേഹിക്കാം, അതിനെ ആദരിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിൻ്റെ സ്നേഹവും കരുതലും കർത്താവിൻ്റെ കൃപാവരങ്ങൾ നമ്മളിലേക്ക് ഒഴുക്കുന്ന പുരോഹിതർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ ദൈവമേ, പുരോഹിതരിലൂടെ അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും രക്ഷിക്കുകയും നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതരെയും ഈ ദിനത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിപ്പിച്ച് നിൻ്റെ സഭയിൽ അംഗമാക്കി തീർത്ത പുരോഹിതരെ ഞങ്ങൾ ഈ ദിനത്തിൽ ഓർക്കുന്നു. ആദ്യമായി ദിവ്യകാരുണീശോയെ ഞങ്ങളുടെ നാവിൽ വച്ചു തന്ന ആ പുരോഹിതരെയും അവരുടെ ശുശ്രൂഷകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുദിന ജീവിതത്തിൽ മാനുഷികമായി ഉണ്ടാകുന്ന ബലഹീനതകളും കുറവുകളും നിൻ്റെ കരുണയുടെ കരുതലിൽ ഞങ്ങളെ ചേർത്തണച്ച് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന ആ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ ഞങ്ങൾ ഓർക്കുന്നു. ഓരോ ജീവിത കാലഘട്ടങ്ങളിലൂടെ കടന്നു നീങ്ങുന്നവരെ വിവാഹമെന്ന കൂദാശയിലൂടെ അനുഗ്രഹിക്കുകയും പൗരോഹിത്യ കൂദാശയിലൂടെ അനുഗ്രഹിക്കുകയും രോഗീലേപനത്തിലൂടെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ പുരോഹിതരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ അവരെ ചേർത്ത് സംരക്ഷിക്കുകയും നിത്യതയിൽ നിന്നോടൊപ്പമായിരിക്കുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പുരോഹിതരെ സ്നേഹിക്കുവാനും അവരെ കാണുമ്പോൾ ഈശോയെ കാണുവാനും ഈശോയെ ചിന്തിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഈ ദിനത്തിൽ എല്ലാ പുരോഹിതരെയും എല്ലാ തകർച്ചകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ കണിയിൽ നിന്നും കാത്ത് സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.